Hi guys, welcome back to the second part of The Mysterious Picture, a story from 8th Standard English textbook. 8th Standardle The Mysterious Picture എന്ന സ്റ്റോറിയുടെ part 2 വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Before going to part 2 video, let us see what we had seen in the part 1 video. Part 1 വീഡിയോയിൽ നമ്മൾ കണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് റിവൈസ് ചെയ്ത ശേഷം we will go to part 2 of The Mysterious Picture. So, in the beginning of the story, we see a painter. What was his name? Yeah, Till Willenspiegel was the painter that we see in the beginning of the story, and he was traveling on his donkey from court to court, and he finally reaches the palace of the Archduke of Battenberg. തൻ്റെ കഴുതപ്പുറത്ത് ഓരോ രാജകൊട്ടാരത്തിൽ നിന്നും മറ്റു രാജകൊട്ടാരത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ടിൽ. അങ്ങനെ വാണ്ടർ ചെയ്യുന്ന അലഞ്ഞു തിരിയുന്ന ഒരു വ്യക്തിയായിരുന്നു ടിൽ. ആൻഡ് ഹി ഫൈനലി റീച്ചസ് the palace of the Archduke of Battenberg. At the entrance of the palace, there was the captain of the guards. He was 25 years old, tall, red-haired, well-built man. He shouted at Till that we don't allow any loafers here. രാജകൊട്ടാരത്തിന്റെ എൻട്രൻസിൽ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം ടില്ലിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു, ഞങ്ങൾ ഇവിടെ ബെഗേഴ്സിനൊന്നും അനുവദിക്കില്ലാണ്. Then Till says, I'm a painter and I come from Flanders. Then captain of the guards was very much impressed. താൻ ഒരു പെയിന്റർ ആണ്, താൻ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് എന്ന് കേട്ടപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ഒരുപാട് ഇംപ്രസ്ഡ് ആവുന്നു. ആൻഡ് ഫൈനലി ടിൽ മീറ്റ്സ് ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ആൻഡ് ഹി ഷോസ് ദ പെയിന്റിംഗ് ദാറ്റ് ഹി ഹാഡ് പെയിന്റഡ് ഫോർ ദ ആർച്ച്ഡ്യൂക്ക്. അദ്ദേഹം ആർച്ച്ഡ്യൂക്കിന് വേണ്ടി പെയിന്റ് ചെയ്തിരുന്ന പിക്ചർ കാണിക്കുന്നു. ദാറ്റ് വാസ് ദ പിക്ചർ ഓഫ് വിർജിൻ മേരി. ആൻഡ് കിങ് വാസ് ടു ഇംപ്രസ്ഡ് ടു സീ ദ പെയിന്റിംഗ്. കിങ് ഈ പിക്ചർ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആവുന്നു. And Till had a wish for his arrival to Battenberg. ബാറ്റൻബർഗിലേക്ക് വരാനുണ്ടായിരുന്നതിന് ടില്ലിനൊരു റീസൺ ഉണ്ടായിരുന്നു. That was that he wanted to become the court painter of Battenberg. അദ്ദേഹത്തിന് ബാറ്റൻബർഗിലെ കോർട്ട് പെയിന്റർ ആവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. And the king was also happy to appoint him as a court painter after seeing his painting. ടിൽ വരച്ച പെയിന്റിംഗ് കണ്ടതിന് ശേഷം ആർച്ച് ഡ്യൂക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ബാറ്റൻബർഗിലെ കോർട്ട് പെയിന്റർ ആയിട്ട് നിയമിക്കുന്നു. And the next day they had feast. Everyone ate and drank as much as they wanted. Next day ആർച്ച്ഡ്യൂക്ക് ടില്ലിന് ഒരു വലിയൊരു പാർട്ടി കൊടുക്കുന്നു. നന്നായിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ the archduke looked up and he told, my picture should be painted. No one knows when God will think fit to summon us. ആ ഫീസ്റ്റ് കഴിഞ്ഞ ശേഷം രാജാവ് മുകളിലേക്ക് നോക്കിയ ശേഷം എന്ത് പറയുന്നു, ആർക്കും അറിയില്ല എപ്പോഴാണ് ദൈവം നമ്മളെ വിളിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ പിക്ചർ ഇവിടെ വരയ്ക്കപ്പെടണം. ഐ വോണ്ട് ടു ലീവ് മൈ മെമ്മറി ടു മൈ ഡിസെൻഡൻസ്. സോ മൈ പിക്ചർ ഷുഡ് ബി പെയിന്റഡ് ഓൺ ദ വാൾസ് ഓഫ് ദ പാലസ്. എൻ്റെ മെമ്മറീസ്, എൻ്റെ ഓർമ്മകൾ എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി കൈമാറണം. ഇങ്ങനെ ഒരു കിങ് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഓർമ്മിക്കണം. അതുകൊണ്ട് എൻ്റെ പിക്ചർ രാജകൊട്ടാരത്തിലെ വാളിന്റെ മേലെ വരയ്ക്കപ്പെടണം എന്ന് പറയുന്നു. Till agrees to it and he gives a suggestion that your picture should be painted with all the courtiers in the palace. ഈ രാജകൊട്ടാരത്തിലെ എല്ലാ കോർട്ടിയേഴ്സും അതുപോലെ രാജാവിന്റെ പത്നിയെയും ലേഡിയെയും കൂടെ ചേർത്തുകൊണ്ട് ഞാൻ താങ്കൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കും എന്ന് പറയുന്നു. And Archduke gives Till 100 pieces of gold coin as a reward. Archduke അപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് ടില്ലിന് 100 ഗോൾഡ് കോയിൻസ് എടുത്ത് കൊടുക്കുന്നു. സോ ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. Now let us continue the lesson. The next day, Till asked the Archduke to allow him to see all the courtiers who were to be painted along with him. They came and saw him one by one. The first one to come was the commander-in-chief of the army. He was a short, fat, bald man with an enormous paunch. He whispered in Till's ear, when you paint my picture, remember you are to make me look handsome. If you do not make my stomach look flat, I will have you hanged. Remember, I was once a very handsome soldier. So the next day, Till asked the permission of Archduke to meet all the courtiers to be painted. Till വരയ്ക്കാൻ പോകുന്ന എല്ലാ കോർട്ടിയേഴ്സിനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നേരിട്ട് കാണണം. നേരിട്ട് കണ്ട് അവരുടെ ഓരോ ഫീച്ചേഴ്സും മനസ്സിലാക്കി അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ടിൽ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവരുടെ പിക്ചർ വരയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ആദ്യം ടിൽ എന്ത് ചെയ്യുന്നു, he takes the permission from the Archduke to meet all the courtiers.
And the first one to come was a commander-in-chief. Commander-in-chief ആയിരുന്നു ആദ്യം ടില്ലിനെ കാണാൻ വേണ്ടി വന്നിരുന്ന വ്യക്തി. And the commander-in-chief was a short, fat, bald man with an enormous pouch. ആർമിയിലൊക്കെ ഉണ്ടാവുന്ന ആളുകൾ നല്ല ഫിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ, ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരിക്കണം ബോഡി. പക്ഷെ ഇവിടെ വരുന്ന commander-in-chief of the army, ആർമിയുടെ commander-in-chief എങ്ങനെയായിരുന്നു? He was a fat, short person. വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കുറിയ തടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. എ ബാൾഡ് മാൻ, അദ്ദേഹത്തിന്റെ തലയിൽ മുടിയൊന്നുമില്ല, കഷണ്ടിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ദ കമാൻഡർ ഇൻ ചീഫ് ഹി മീറ്റ്സ് ടിൽ ആൻഡ് സേസ് ടു ടിൽ ദാറ്റ് ഐ വാസ് വൺസ് എ യങ് സോൾജർ. പണ്ട് ഞാൻ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു സോൾജർ ആയിരുന്നു. ആൻഡ് യു ഹാവ് ടു മേക്ക് മീ ലുക്ക് ഹാൻസം ഇൻ ദ പിക്ചർ. നീ വരയ്ക്കുന്ന പിക്ചറിൽ എന്ത് ചെയ്യണം? എന്നെ വളരെ ഹാൻസം ആയിട്ട്, വളരെ ഭംഗിയുള്ള ഒരു വ്യക്തിയായിട്ട് വേണം നീ എന്നെ വരയ്ക്കാനായിട്ട്. There should not be the enormous pouch in the picture. പൗഞ്ച് പറഞ്ഞാല് കുടവയർ. നീ വരയ്ക്കുന്ന പിക്ചറിൽ എന്റെ കുടവയറൊന്നും ഉണ്ടാവാനേ പാടില്ല എന്നുള്ള വാണിംഗ് കൊടുക്കുന്നു. നീ വരയ്ക്കുന്ന പിക്ചറിൽ എന്റെ വയർ നല്ല സ്ലിം ആയിട്ടുള്ള വയറായിട്ട് വരച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഹാങ് യു അപ്പ്. ഞാൻ നിന്നെ കെട്ടിത്തൂക്കും, നിന്നെ ഞാൻ കൊന്നുകളയും എന്നുള്ള വാണിംഗ് കൊടുക്കുന്നു. An elderly lady came next. She had a large hump on her back. Sir Painter, she said softly, make me look young and beautiful. If you don't remove the hump on my back and supply what I lack in beauty, I will have you torn to pieces. A young lady who was the companion of the Duchess came in as soon as the old lady left. She was young and pretty. The next one to come was an elderly lady. അടുത്തതായിട്ട് ടില്ലിനെ കാണാൻ വേണ്ടി വരുന്നത് ഒരു എൽഡർലി, വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീ ആയിരുന്നു. ആൻഡ് ഷീ ഹാഡ് എ ലാർജ് ഹംപ് ഓൺ ഹെർ ബാക്ക്. അവരുടെ മുതുകില് ഒരു വലിയ ഹംപ് ഉണ്ടായിരുന്നു, വലിയൊരു കൂന ഉണ്ടായിരുന്നു. ആൻഡ് ഷീ ടോൾഡ് ടു ടിൽ ദാറ്റ് യു ഷുഡ് മേക്ക് മീ ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് യങ് വെൻ യു പെയിന്റ്. നീ പിക്ചർ വരയ്ക്കുമ്പോൾ അതിനകത്ത് തന്നെ വളരെ യങ് ആയിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും പെയിന്റ് ചെയ്യണം. ദിസ് ഷുഡ് നോട്ട് ബി ദ ലാർജ് ഹംപ് ഓൺ മൈ ബാക്ക് ഇൻ ദ പെയിന്റിംഗ്. പെയിന്റിങ്ങിനകത്ത് എന്റെ മുതുകിലുള്ള വലിയ ഹംപ് കാണാൻ വേണ്ടി പാടില്ല. ആൻഡ് യു ഹാവ് ടു സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി, അതർവൈസ് ഐ വിൽ ടോൺ യു ഇൻ ടു പീസസ്. എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട് അതൊക്കെ നീ സപ്ലൈ ചെയ്തിട്ട് നീ മനോഹരമായിട്ട് എന്റെ പിക്ചർ വരയ്ക്കണം. അതർവൈസ് ഐ വിൽ ടോൺ യു ഇൻ ടു പീസസ്. ഞാൻ നിന്നെ തുണ്ടം തുണ്ടമായി കീറി മുറിക്കും, വെട്ടിമുറിക്കും എന്ന് പറഞ്ഞു. A young lady who was the companion of the Duchess came in as soon as the old lady left. She was young and pretty, but had lost 3 of her front teeth in an accident. She warned till that if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. She pointed to the captain of the guards. As soon as the old lady left, there came a young woman. She was young and pretty. A beautiful woman came after the elderly lady left. പ്രായം ചെന്ന സ്ത്രീ പോയ ശേഷം വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നു. ഷി വാസ് വെരി പ്രെറ്റി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടിയായിരുന്നു അത്. ആൻഡ് ഷി വാസ് ദ കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ്. ഡച്ചസിന്റെ കമ്പാനിയൻ, തോഴിയായിരുന്നു ആ പെൺകുട്ടി. ആൻഡ് ഷി ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. പക്ഷെ ആ പെൺകുട്ടിക്ക് അവളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന 3 പല്ലുകൾ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. And she warned till that you should paint my picture with 3 sets of pearly teeth. അവൾ ടില്ലിനെ വാൺ ചെയ്തു, നീ വരയ്ക്കുന്ന പിക്ചറിനകത്ത് അതിമനോഹരമായിട്ടുള്ള പല്ലുകളോടുകൂടി എന്റെ പിക്ചർ, വളരെ ഭംഗിയിൽ ഞാൻ ചിരിച്ചു നിൽക്കുന്ന പിക്ചർ അല്ല നീ വരയ്ക്കുന്നതെങ്കിൽ she would have him cut into pieces by her lover. അവൾ അവളുടെ ലവറിനെ കൊണ്ട് ടില്ലിനെ എന്ത് ചെയ്യും? തുണ്ടം തുണ്ടമായിട്ട് കട്ട് ചെയ്ത് കളയും. And she pointed towards the captain of the guards. എന്നിട്ട് ആരെ കാണിച്ചു കൊടുക്കുന്നു? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ, അവളുടെ ലവർ ആയിരുന്ന ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ ചൂണ്ടിക്കാണിക്കുന്നു. Similar requests and threats continued until he had finished with the last of the courtiers. Then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail. You are to paint all my courtiers exactly as we see them. If you leave out a mole, a pimple, or a single gray hair, I will have you slaughtered like a pig." സോ സമാനമായിട്ടുള്ള റിക്വസ്റ്റുകളും ത്രെഡ്സും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അവസാനത്തെ കോർട്ടിയർ ടില്ലിനെ വന്ന് കാണുന്നവരെ വരുന്നവരൊക്കെ പല രീതിയിലുള്ള, ഒന്നുകിൽ അവർക്ക് റിക്വസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും? ത്രട്ടൺ ചെയ്യും, ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. അത്തരത്തിലുള്ള ഒരുപാട് റിക്വസ്റ്റുകളും ത്രെഡ്സും എല്ലാം ടില്ലിന് നേരെ വന്നു. സോ ഫൈനലി ദ ആർച്ച്ഡ്യൂക്ക് called Till and told him that you should draw the picture perfectly in every detail. You are supposed to paint the picture of all the courtiers exactly as we see them.
ഞാൻ അവസാനം ടില്ലിനെ ആർച്ച് ഡ്യൂക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് ആർച്ച് ഡ്യൂക്ക് ടില്ലിനെടുത്ത് പറയുന്നു, നീ വരയ്ക്കുന്ന പിക്ചർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കണം. നമ്മളെ കോർട്ടിയേഴ്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണോ അവരെ കാണുന്നത് അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് നീ ആ പിക്ചർ വരയ്ക്കണം. ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, എ പിമ്പിൾ ഓർ എ ഗ്രേ ഹെയർ, ഐ വിൽ സ്ലോട്ടർ യു ലൈക്ക് എ പിഗ്. നീ വരയ്ക്കുന്ന ചിത്രത്തിനകത്ത് കോർട്ടിയേഴ്സിന്റെ ആരുടെയെങ്കിലും ഒരു മോൾ പറഞ്ഞാല് കാക്കപ്പുള്ളി, ഓർ പിമ്പിൾ പറഞ്ഞാൽ മുഖത്തുള്ള ഒരു മുഖക്കുരു, ഓർ എ ഗ്രേ ഹെയർ അവരുടെ തലമുടിയിലെ ഒരു നരച്ച തലമുടി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിന്റെ അടുത്ത് വിട്ടുപോവുകയാണെങ്കിൽ ഐ വിൽ സ്ലോട്ടർ യു ലൈക്ക് എ പിഗ്, ഞാൻ നിന്നെ ഒരു പന്നിയെ പോലെ കശാപ്പ് ചെയ്ത് കളയും, കൊന്നുകളയെന്ന് പറയാണ്. എന്ന് വെച്ചാൽ അത്രയും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം നീ വരയ്ക്കുന്ന പിക്ചർ, ഇത്രയും മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നീ പിക്ചർ വരയ്ക്കാൻ എന്നായിരുന്നു ആർച്ച് ഡ്യൂക്കിന്റെ ആവശ്യം. ടിൽ കൂൾലി തോട്ട് തിങ്സ് ഓവർ ആൻഡ് സെഡ് ടു ഹിംസെൽഫ്, if I paint this picture, I shall certainly be killed. Either the Archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. In either case, I am to die. What am I to do? Perhaps it is wise not to paint this picture at all. So Till was in a dilemma. He cannot understand what he is supposed to do. ഇനി എന്ത് ചെയ്യുന്ന ടില്ലിന് അറിയില്ല. കാരണം അത്തരത്തിലൊരു വളരെ പ്രയാസം നിറഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ടിൽ ഉള്ളത്. സോ ഹി തോട്ട് തിങ്സ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ടിൽ കാര്യങ്ങൾ വളരെ കൂളായിട്ട് ആലോചിച്ചുകൊണ്ടേയിരുന്നു. Then he told to himself that if I paint this picture, I shall certainly be killed. ഞാൻ ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊല്ലപ്പെടുക തന്നെ ചെയ്യും. Either the king will kill me for disobeying him, or the courtiers will kill me for painting their picture as they really are. ഒന്നുകിൽ രാജാവ് എന്നെ കൊല്ലും, രാജാവ് ആവശ്യപ്പെട്ട പോലെ പിക്ചർ വരച്ചില്ലെങ്കിൽ ഒന്നുകിൽ രാജാവിന്റെ കൈകൊണ്ടായിരിക്കും എന്റെ മരണം, അല്ലെങ്കിൽ കോർട്ടിയേഴ്സ് എല്ലാം അവരെങ്ങനെയാണോ ശരിക്കുള്ളത് അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കോർട്ടിയേഴ്സിന്റെ കൈകൾ കൊണ്ടായിരിക്കും എന്റെ മരണം. സോ എങ്ങനെയാലും ഈ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ മരിക്കപ്പെടുക തന്നെ ചെയ്യും. സോ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു പെയിന്റ് ദിസ് പിക്ചർ അറ്റ് ഓൾ. അങ്ങനെയാണെങ്കിൽ ഈ പിക്ചർ വരയ്ക്കാണ്ടിരിക്കുക എന്നത് മാത്രമായിരിക്കും ഇതിനുള്ള ഏക പ്രതിവിധി എന്നിട്ട് ചിന്തിക്കുന്നു. The following day he asked the Archduke for the hall where he was to paint the picture. He was shown a large room with bare walls. Till asked for thick curtains to be hung on the walls. He wanted his paintings to be protected from the flies and the dust. He also asked for 3 assistants to help him in mixing colors. The Archduke gave him all that he asked for. And on the following day, Till asked the Archduke for a hall to paint the picture. Next day, Till Archdukeന്റെ അടുത്ത് എന്താ ആവശ്യപ്പെടുന്നു? തനിക്ക് പിക്ചർ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹാൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. Then the hall was provided to Till without curtains, a bare wall. And Till asked Archduke for the curtains to be hung on the wall. അങ്ങനെ ടില്ലിന് ഒരു ഹാൾ കൊടുക്കുന്നു. Then Till എന്താ ആവശ്യപ്പെടുന്നു? എനിക്ക് ആ ഹാളിന്റെ മേലെ തൂക്കാൻ ആവശ്യമായിട്ടുള്ള, ആ ചുമരിന്റെ മേലെ തൂക്കാൻ ആവശ്യമായിട്ടുള്ള curtain വേണമെന്ന് പറയുന്നു. Because he wanted to protect his portrait from flies and dust. ഈച്ചകളും അതുപോലെ ഡസ്റ്റ് ഒന്നും പിടിക്കാതിരിക്കാൻ എനിക്ക് ആ ചുമരിന്റെ മേലെ തൂക്കാൻ വലിയൊരു curtain വേണമെന്ന് ടിൽ ആവശ്യപ്പെടുന്നു. And Till also asked for 3 assistants for mixing colors. കൂടാതെ ടില്ല് 3 അസിസ്റ്റൻസിനെ വേണം, തനിക്ക് കളർ മിക്സ് ചെയ്യാനും അത്തരത്തിലുള്ള ജോലികളെ സഹായിക്കാൻ വേണ്ടി 3 അസിസ്റ്റൻസിനെ വേണമെന്ന് പറയുന്നു. ആ 3 അസിസ്റ്റൻസിനെയും കിങ് ടില്ലിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wines. On the 31st day, the Archduke thrust his nose in through the door and said, "It is time that you finish the painting. I am eager to see it. Is it ready?" For 30 days, Till and his assistants feasted on the choicest dishes and the finest wines. അങ്ങനെ 30 ദിവസം, ഒരു മാസത്തോളം ടില്ലും ടില്ലിന്റെ 3 അസിസ്റ്റൻസും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട്, അവിടുത്തെ ഏറ്റവും വില കൂടിയ വൈന് കഴിച്ചുകൊണ്ട്, ഏറ്റവും ഫൈൻ ആയിട്ടുള്ള വൈന് കഴിച്ചുകൊണ്ടും 30 ദിവസം അവിടെ തിന്നും കുടിച്ചും അടിപൊളിയായിട്ട് ജീവിച്ചു. And on the 31st day, the Archduke thrust his nose through the door and asked, "Is the picture ready? I am eager to see the picture." അങ്ങനെ 31ാമത്തെ ദിവസമായപ്പോൾ, ഒരു മാസം സമയം കൊടുത്തു. അങ്ങനെ 31ാമത്തെ ദിവസം ആർച്ച് ഡ്യൂക്ക് ആ വാതിൽക്കൽ എത്തി നിന്നുകൊണ്ട് എന്ത് ചോദിച്ചു? പിക്ചർ റെഡി ആയോ? എനിക്ക് പിക്ചർ കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞു ടില്ലിന്റെ അടുത്ത്. Till said that the picture was being completed and that he needed some more days to finish it. The Archduke replied that
As long as the painting was perfect in every detail, he was prepared to be patient. The delay of a week or two did not matter, he said. Then Till said that the picture is being painted, my lord, and he needed some more days to finish it. പിക്ചറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, തനിക്കത് പൂർത്തിയാക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ കൂടി വേണമെന്ന് ടിൽ ആവശ്യപ്പെടുന്നു. ആൻഡ് ആർച്ച്ഡ്യൂക്ക് വാസ് ഹാപ്പി ടു ഗിവ് ഹിം സം മോർ ഡേയ്സ്. കാരണം പിക്ചർ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക എന്നായിരുന്നു ആർച്ച്ഡ്യൂക്കിന്റെ ആവശ്യം. അതുകൊണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒന്നും പിക്ചർ വൈകുന്നതിൽ, ഈ പെയിന്റിംഗ് പൂർത്തിയാക്കാൻ എടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് ആർച്ച്ഡ്യൂക്ക് അറിയിക്കുന്നു. Till and his companions continued their merrymaking for another fortnight. On the 45th day, once again the Archduke poked his nose in through the door. Isn't it time that the picture was completed? He asked. So Tillinte companions, മൂന്ന് companionsum, they enjoyed another fortnight. Fortnight means 2 weeks. അവർ വീണ്ടും രണ്ടാഴ്ച എന്ത് ചെയ്തു? They enjoyed their eating and drinking. അവർ പിക്ചർ വരയ്ക്കുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം പിക്ചർ വരച്ചു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ടില്ലിന് വളരെ വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പിക്ചറൊന്നും വരയ്ക്കുന്നില്ല, പക്ഷെ അവര് തിന്നും കുടിച്ചും എന്ത് ചെയ്യാണ്? രാജകൊട്ടാരത്തിൽ ഡേയ്സ് എൻജോയ് ചെയ്യുകയാണ്. പിന്നെ 2 വീക്സും കൂടി എന്ത് ചെയ്തു? രാജാവ് കൊടുത്ത 2 വീക്സും കൂടി കഴിഞ്ഞു. ആൻഡ് ആർച്ച്ഡ്യൂക്ക് came once again. ആർച്ച്ഡ്യൂക്ക് വീണ്ടും ഇവരുടെ അടുത്തേക്ക് വരുന്നു. Is the picture ready? Archduke asked Till. Till said that the portrait was being given the finishing touches. He begged for some more time. The Archduke said that this delay did not matter so long, as he did an excellent job. But he added, you should either complete the picture within 15 days or you should show me the unfinished picture now. Till promised to complete the picture within 15 days, saying that only a few minor details remain to be filled in. Should your lordship see the picture now, you would not be satisfied with it, he said. Then Till replied that the picture is given the finishing touches. അവസാനത്തെ ഒരു മിനുക്ക് പണിയിലാണ് ചിത്രം എന്ന് രാജാവിന്റെ അടുത്ത് ടില്ല് പറയുന്നു. Then king says that you have 2 options. Either you can show me the picture now, the unfinished picture, you can show the picture now, or I can give you another fortnight to finish this picture, to make it perfect. Then Till says that please give me another 15 days so that I can show you the perfect picture. If I show you this picture now, you won't be satisfied, my lord. അതായത് ടില്ലിന്റെ റിപ്ലൈ. കാരണം വീണ്ടും 15 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വീണ്ടും ആ 15 ഡേയ്സ് തിന്നും കുടിച്ചും ആ രാജകൊട്ടാരത്തിൽ എൻജോയ് ചെയ്യാം എന്ന് ടില്ല് വിചാരിക്കുകയാണ്. Till and his companions enjoyed themselves for yet another fortnight. On the 60th morning, the Archduke forced his way into the room and said, I must see the picture at once. Where is the picture? Draw those curtains apart. Till and his companions, Till and his 3 assistants, they enjoyed another fortnight in the palace, eating and drinking. അങ്ങനെ ടില്ലും ടില്ലിന്റെ കമ്പാനിയൻസും എന്ത് ചെയ്തു? അടുത്ത ഒരു 14 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് കൂടെ എന്ത് ചെയ്തു? അവിടെ കൊട്ടാരത്തിൽ എൻജോയ് ചെയ്തുകൊണ്ട് കടന്നുപോയി. Then on the 60th day, അങ്ങനെ 60ാമത്തെ ദിവസം എത്തി. And the king was impatient. He came there and he told Till that I want to see the picture now. ഇപ്പൊ തന്നെ എനിക്ക് പിക്ചർ കണ്ടേ പറ്റൂ എന്ന് ആർച്ച്ഡ്യൂക്ക് ആവശ്യപ്പെടുന്നു. He said, where is the picture? Draw those curtains apart. പിക്ചർ എവിടെ? ഈ കർട്ടനൊക്കെ വലിച്ചു മാറ്റൂ എന്ന് ടില്ലിനോട് കിങ് ആവശ്യപ്പെടുന്നു. The picture is ready, my lord, announced Till. Then why don't you draw the curtains? What is the matter? The Archduke asked. Picture ready ആണ്, my lord എന്ന് ടില്ല് ആർച്ച്ഡ്യൂക്കിന്റെ അടുത്ത് പറയുന്നു. Then Archduke asked Till, then why don't you draw the curtains apart? Why can't I see the picture? അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഈ കർട്ടൻ ഇവിടുന്ന് വലിച്ചു മാറ്റിക്കൂടാ? എനിക്ക് പിക്ചർ ഇപ്പൊ തന്നെ കാണണമെന്ന് പറയുന്നു. I want you to grant me one last favor, said Till. Please order all the courtiers to assemble in this room. When they are all here, I want to say a few words to them and then I will draw the curtains. Then Till says, I have a last wish, my lord. Please grant me that last wish. എനിക്ക് അവസാനത്തെ ഒരു ആഗ്രഹം കൂടിയുണ്ട് രാജാവേ. Please grant me that wish. എനിക്ക് ആ ഒരു എന്റെ ആഗ്രഹം നടത്തി തരണം എന്ന് പറയാണ്. Then Archduke asked him, what is that last wish? Then Till says that before drawing these curtains apart, I want all the courtiers to assemble in this hall and I want to tell them something before showing them the painting. എനിക്ക് ഈ രാജകൊട്ടാരത്തിലെ എല്ലാ കോർട്ടിയേഴ്സിനെയും ഈ ഹാളിലേക്ക് വിളിപ്പിക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ എനിക്ക് ഈ പിക്ചർ അവരെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ രാജാവേ എന്ന് പറയുന്നു. The Archduke ordered all the courtiers to assemble in the hall. Till addressed them, my lord, ladies and gentlemen, the picture is ready.
You will now be able, as I draw the curtains, to see how well I have done my work. You can all admire my work, but I must warn you that there is something very special about this picture. Only those among you who have noble blood in your veins will be able to see this painting. All the rest, whatever their rank or position, will see nothing but a blank wall. Now I will draw the curtains. Till flung the curtains aside. So the Archduke ordered all the courtiers to assemble in the hall. Rajav എന്താ ആവശ്യപ്പെട്ടു? Archduke ordered that all the courtiers should be assembled here in the hall. And എല്ലാ courtiersനെയും ഹാളിൽ അസംബിൾ ചെയ്യാൻ വേണ്ടി രാജാവ് ആവശ്യപ്പെടുന്നു. Everyone came there and Till addresses them, "My lord, ladies and gentlemen, the picture is ready. You can all see the painting when I draw these curtains apart. You can all admire this work and you can understand that how beautifully I have painted this picture. But there is something special about this picture." ഞാൻ ഈ കേർട്ടൻ മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ പിക്ചർ കാണാൻ വേണ്ടി സാധിക്കും. ഈ പിക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര മനോഹരമായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് ദർ ഈസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പെയിന്റിംഗ്. ഈ പെയിന്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. എന്നിട്ടില്ല പറയുന്നു. And then he says that only those who have royal blood in their veins can see the picture. Others can only see a blank wall. No matter what their position or rank is, others can only see a blank wall. എന്നിട്ട് ടിൽ പറയുകയാണ്, only those who have noble blood in their veins. നിങ്ങളുടെ ആരൊക്കെ ശരീരത്തിലാണ് രാജകീയമായിട്ടുള്ള രക്തമുള്ളത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? Only those who have royal blood in their veins can see the picture. Others can only see a blank wall. രാജകീയമായ രക്തമുള്ളവർക്ക് മാത്രമേ ഈ പിക്ചർ, ഞാൻ വരച്ച പിക്ചർ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് എല്ലാവർക്കും ഒരു കാലി ചുമര് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. Nothing but a blank wall. By saying, now I will draw the curtains, Till flings the curtains aside. ഇത് ഞാൻ കേർട്ടൻ നീക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ടില്ല് ആ കേർട്ടൻസ് രണ്ട് സൈഡിലേക്ക് മാറ്റുന്നു. The courtiers outdid one another in showing their admiration for the picture. They praised Till for this splendid painting. They remarked how natural each of them looked in the picture and eagerly pointed out their friends and acquaintances. ഇത് നടക്കാൻ പോകുന്നത് കഥയിലെ ഏറ്റവും രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കേർട്ടൻ മാറ്റുന്നതും അവിടെ കൂടി നിന്നിരുന്ന കോർട്ടിയേഴ്സ് എല്ലാവരും എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? They outdid one another in praising Till's painting. ആ ഹാളിൽ ഉണ്ടായിരുന്ന ഓരോ കോർട്ടിയേഴ്സും ശരിക്കും പറയുകയാണെങ്കിൽ സ്വയം മത്സരിക്കുകയായിരുന്നു മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി. ആ പിക്ചർ എത്രമാത്രം മനോഹരമാണെന്നുള്ളത് ഓരോരുത്തരും സ്വയം പുകഴ്ത്താൻ വേണ്ടി ആരംഭിച്ചു. കാരണം അവരുടെ ശരീരത്തിൽ റോയൽ ബ്ലഡ് ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും അപമാനകരമായിട്ടുള്ള മറ്റൊരു കാര്യം അവരുടെ ലൈഫിൽ ഇനി സംഭവിക്കാനില്ല. അവർ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത് തങ്ങൾ റോയൽ ബ്ലഡാണ്, രാജകീയമായ രക്തമുള്ള ആൾക്കാരാണെന്നൊക്കെ സ്വയം അഹങ്കരിക്കുന്ന ആളുകളാണ് ഈ കോർട്ടിയേഴ്സ്. സോ അവരെ സംബന്ധിച്ച് തങ്ങൾക്ക് റോയൽ ബ്ലഡ് ഇല്ല എന്ന് വിളിച്ചു പറയുന്നത് അവർക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. സോ അവർ എന്ത് ചെയ്യാണ്? അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ സ്വയം ആ പിക്ചറിനെ പുകഴ്ത്താൻ വേണ്ടി തുടങ്ങി. നോക്കൂ, ആ പിക്ചറിൽ അയാൾ നോക്കൂ, എന്നെ നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര മനോഹരമായി വരച്ചിരിക്കുന്നു ആ പിക്ചറിൽ ഓരോ വ്യക്തികളെയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഓരോരുത്തരും ആ പിക്ചറിനെ പുകഴ്ത്തുന്നത്. All of a sudden, the Duke's jester leaped into the air and shouted, "All of you know that I am a fool and I have no blue blood in my veins. I can see no picture but only a blank wall." അങ്ങനെ കോർട്ടിയേഴ്സിന്റെ പുകഴ്ത്തലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ രാജാവിന്റെ ജസ്റ്റർ പറഞ്ഞാല് കൊട്ടാരം വിദൂഷകൻ, ജോക്കർ എന്നൊക്കെ പറയാം. ആ കൊട്ടാരത്തിൽ നിന്നായിരുന്ന വിദൂഷകൻ എന്ത് ചെയ്തു? അയാള് എയറിൽ ചാടിക്കൊണ്ട് എന്ത് പറഞ്ഞു? Everyone knows that I am a fool. ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. And I have no royal blood or blue blood in my veins. എന്റെ ഞരമ്പുകളിൽ നീല രക്തം അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ള ബ്ലഡ് ഒന്നുമില്ല. So I can see only a blank wall. Nothing but a blank wall. എനിക്കിവിടെ ഈ ചുമരിൽ ഒരു ചിത്രമൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഞാനൊരു ജസ്റ്റർ ആയത് കാരണം എന്റെ ശരീരത്തിൽ റോയൽ ബ്ലഡും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഈ ചുമരിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതൊരു കാലിയായിട്ടുള്ള ചുമര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടുന്നു. When fools begin to talk, observed Till, it is time for wise men to walk. He calmly strode out of the hall and rode away on his donkey. The feathers in his cap danced in the gentle breeze. So ഇത് കേട്ടിട്ട് എല്ലാവരും ശരിക്കും ഷോക്കായിട്ടുണ്ട്.
കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ആരും ഒരു പിക്ചറും കാണുന്നില്ല. പക്ഷെ അവർക്കത് അംഗീകരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. നിങ്ങൾക്ക് റോയൽ ബ്ലഡ് ഇല്ല, ഇവിടെ പിക്ചറൊന്നും ഇല്ലല്ലോ എന്ന് പറയാനുള്ള ധൈര്യം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജസ്റ്ററിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് പറഞ്ഞു, ഇവിടെ പിക്ചർ ഒന്നുമില്ല, ഐ ക്യാൻ സീ നത്തിങ് ബട്ട് എ ബ്ലാങ്ക് വാൾ. ആ സമയം ഇത് കേട്ടപ്പോഴും ഐ ആം എ ഫൂൾ, ഐ ക്യാൻ സീ നത്തിങ് ബട്ട് എ ബ്ലാങ്ക് വാൾ എന്ന് പറഞ്ഞപ്പോൾ ടിൽ എന്ത് പറഞ്ഞു, വെൻ ഫൂൾസ് ബിഗിൻ ടു ടോക്ക് ഇറ്റ്സ് ടൈം ഫോർ വൈസ് മെൻ ടു വാക്ക്. വിഡ്ഢികൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ബുദ്ധിമാന്മാരെ ആളുകൾ എന്ത് ചെയ്യരുത്, അവിടെ നിൽക്കാൻ പാടില്ല. ഇറ്റ്സ് ടൈം ഫോർ ദം ടു വാക്ക്. അവിടുന്ന് നടന്ന് അകലണം എന്ന് പറഞ്ഞുകൊണ്ട് ടിൽ എന്ത് ചെയ്യുന്നു, ഹി ടേക്സ് ദ 100 gold coins and he strolled out of that hall and he rode on his donkey. അങ്ങനെ അവിടുന്ന് ഇത് പറഞ്ഞുകൊണ്ട് വിഡ്ഢികൾ സംസാരിക്കുമ്പോൾ ബുദ്ധിമാന്മാർ അവിടുന്ന് സ്വയം ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയ 100 gold coin എടുത്തുകൊണ്ട് നടന്ന് നീങ്ങി തന്റെ കഴുതപ്പുറത്ത് കയറി ടില്ല് യാത്ര ആരംഭിക്കുന്നു. ആൻഡ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് ക്യാപ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്. അങ്ങനെ ടില്ല് ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ജെന്റിൽ ബ്രീസിൽ അദ്ദേഹത്തിന്റെ തൊപ്പീന്റെ മേലുണ്ടായിരുന്ന 3 ഫെദേഴ്സ് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സ്റ്റോറി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങൾക്കെതിരെ എഴുതിയിട്ടുള്ള ഒരു സർക്കാസമാണ്. ഇറ്റ്സ് എ ബ്ലാക്ക് ഹ്യൂമർ, ഒരു ക്രിറ്റിസിസമാണ് ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോറീസ് എല്ലാ രാജ്യങ്ങളിലെയും അവരുടെ തനതായിട്ടുള്ള കഥകളായിട്ട് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ഒരുപാട് കഥകളുണ്ട്. സോ മനുഷ്യന്റെ പൊള്ളയായിട്ടുള്ള അഹങ്കാരങ്ങളുടെ മേലുള്ള ഒരു പ്രഹരമാണ് ഇത്തരത്തിലുള്ള കഥകൾ. കാരണം തങ്ങൾക്ക് റോയൽ ബ്ലഡ് ഇല്ല എന്ന് അംഗീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഒരൊറ്റ കോർട്ടിയേഴ്സും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ടില്ലിന് അവിടെ നിന്ന് തന്റെ ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചത്. സോ ഈ കഥ നന്നായിട്ട് വായിച്ച് പഠിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക, വർക്കെല്ലാം നോട്ടിൽ കൃത്യമായിട്ട് എഴുതുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് എഴുതുക. So thank you so much for watching this video. If you liked this video, please like it and share it. Please consider subscribing this channel. I will upload more useful videos. So see you in the next video. Take care. Bye.